Dear students, welcome to 6th video on solids. നമ്മുടെ 5th വീഡിയോയിൽ നമ്മൾ കണ്ടത് പാക്കിംഗ് എഫിഷ്യൻസിനെ പറ്റിയായിരുന്നു. എന്താണ് പാക്കിംഗ് എഫിഷ്യൻസി എന്നും പലതരത്തിലുള്ള ക്യൂബിക് സോളിഡ്സിന്റെ പാക്കിംഗ് എഫിഷ്യൻസിയുടെ കാൽക്കുലേഷൻ നമ്മൾ പഠിച്ചു. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് ഒരു ക്യൂബിക് സോളിഡിന്റെ എഡ്ജ് ലെങ്തും ഡെൻസിറ്റിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നാണ്. നമുക്കറിയാം ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ മാസ് ബൈ വോളിയം ആണ്. അപ്പൊ നമുക്കൊരു യൂണിറ്റ് സെല്ലിന്റെ ഡെൻസിറ്റി എടുത്താലോ? മാസ് ഓഫ് യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. നമുക്ക് എഡ്ജ് ലെങ്ത് അറിയാമെങ്കിൽ ഡെൻസിറ്റി എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് കാണാം. നമുക്ക് ആദ്യം യൂണിറ്റ് സെല്ലിന്റെ മാസ് കണ്ടുപിടിക്കാം. മാസ് ഓഫ് യൂണിറ്റ് സെല്ല് എങ്ങനെയാണ് കണ്ടുപിടിക്കാൻ നോക്കാം. ഒരു യൂണിറ്റ് സെല്ലിലത്തെ ഒരു പാർട്ടിക്കിളിന്റെ മാസ് കിട്ടാനായി ആ പാർട്ടിക്കിളിന്റെ മോളിക്കുലർ മാസും അവഗാഡ്രോ നമ്പറും അറിഞ്ഞാൽ മതി. മാസ് 1 പാർട്ടിക്കിൾ ഇറ്റ് ഈസ് ഈക്വൽ ടു മോളിക്കുലർ മാസ് ഡിവൈഡഡ് ബൈ അവഗാഡ്രോ നമ്പർ. ഒരു യൂണിറ്റ് സെല്ലിൽ സെഡ് ആണ് നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് എങ്കിൽ ആ യൂണിറ്റ് സെല്ലിന്റെ മാസ് എന്ന് പറയുന്നത് സെഡ് ടൈംസ് m ബൈ n ആയിരിക്കും. സെഡ് വാല്യൂ സിമ്പിൾ ക്യൂബിക്കിന് 1, ബോഡി സെന്റർ ക്യൂബിക്കിന് 2, ഫേസ് സെന്റർ ക്യൂബിക്കിന് 4. യൂണിറ്റ് സെല്ലിന്റെ എഡ്ജ് ലെങ്ത് a ആണെങ്കിൽ യൂണിറ്റ് സെല്ലിന്റെ വോളിയം a ക്യൂബ് ആയിരിക്കും. അപ്പോൾ ഡെൻസിറ്റി റോ ഇറ്റ് ഈസ് ഈക്വൽ ടു സെഡം ഡിവൈഡഡ് ബൈ na a ക്യൂബ്. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസ് സോൾവ് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, അലുമിനിയം ക്രിസ്റ്റലൈസസ് ഇൻ CCP സ്ട്രക്ചർ. ഇറ്റ്സ് റേഡിയസ് ഈസ് 125 pm. വാട്ട് ഈസ് ദ എഡ്ജ് ലെങ്ത്? CCP സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അത് FCC ഫേസ് സെന്റേർഡ് ക്യൂബിക് ആണ്. ഫേസ് സെന്റേർഡ് ക്യൂബിക്കില് എഡ്ജ് ലെങ്തും റേഡിയസും തമ്മിലുള്ള റിലേഷൻ a√2 is equal to 4r ആണ്. r വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും a is equal to 4 multiplied by 125 divided by √2 which is equal to 354 pm. Copper crystallizes in FCC. Calculate the number of unit cells in 1 mole of copper. ഒരു മോൾ കോപ്പറിന്റെ അകത്തും അവഗാഡ്രോ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ഉണ്ട്. FCC സ്ട്രക്ചർ ആയ കാരണം ഒരു യൂണിറ്റ് സെല്ലിന്റെ അകത്ത് 4 പാർട്ടിക്കിൾസ് ഉണ്ട്. അപ്പോൾ നമ്പർ ഓഫ് യൂണിറ്റ് സെൽസ് ഇസ് ഈക്വൽ ടു 6.02 multiplied by 10⁻23 divided by 4. It is equal to 1.505 multiplied by 10⁻23. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The density of cubic solid is 10 gram per cm cube and edge length is 400 pm. How many unit cells are present in 200 gram of solid? ഇവിടെ ചോദിച്ചിരിക്കുന്നത് 200 gram സോളിഡില് എത്ര യൂണിറ്റ് സെൽസ് ഉണ്ടെന്നുള്ളതാണ്. നമുക്കതിനായി ആദ്യമായി ഒരു യൂണിറ്റ് സെല്ലിന്റെ മാസ് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് യൂണിറ്റ് സെല്ലിന്റെ മാസ് കണ്ടുപിടിക്കുക? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ഓഫ് യൂണിറ്റ് സെൽ ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ ആണ്. അപ്പൊ മാസ് ഓഫ് യൂണിറ്റ് സെൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി ഇൻറ്റു വോളിയം ഓഫ് യൂണിറ്റ് സെൽ. എഡ്ജ് ലെങ്ത്തിന്റെ വാല്യൂ തന്നിട്ടുള്ളത് 400 pm എന്നാണ്. pm എന്ന് വെച്ചാൽ പൈക്കോമീറ്റർ. ഡെൻസിറ്റിയുടെ യൂണിറ്റ് തന്നിട്ടുള്ളത് ഗ്രാം പെർ cm ക്യൂബ് ആണ്. ഈ എഡ്ജ് ലെങ്ത്തിന്റെ യൂണിറ്റ് നമുക്ക് സെന്റിമീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യണം. നമുക്കറിയാം ഒരു പൈക്കോമീറ്റർ എന്ന് വെച്ചാൽ 10⁻⁻12 മീറ്ററും അല്ലെങ്കിൽ 10⁻⁻10 സെന്റിമീറ്ററുമാണ്. അപ്പോൾ നമുക്ക് മാസ് ഓഫ് യൂണിറ്റ് സെൽ ഇറ്റ് ഈസ് ഈക്വൽ ടു ഡെൻസിറ്റി മൾട്ടിപ്ലൈഡ് ബൈ വോളിയം ഓഫ് യൂണിറ്റ് സെൽ. അതിലേക്ക് വാല്യൂസ് കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 10 into 400 into 10⁻⁻10 whole cube എന്ന് കിട്ടും. On simplification, we get mass of unit cell is equal to 64 into 10⁻⁻23 gram. ഇപ്പൊ നമുക്ക് ഒരു യൂണിറ്റ് സെല്ലിന്റെ മാസ് കിട്ടി. ഇനി 200 gram സോളിഡില് യൂണിറ്റ് സെൽസ് കിട്ടാനായി 200 ഡിവൈഡഡ് ബൈ മാസ് ഓഫ് 1 യൂണിറ്റ് സെല്ല് കണ്ടാൽ മതി. വാല്യൂസ് കൊടുക്കുമ്പോൾ നമുക്ക് 3.12 into 10⁻23 എന്ന് കിട്ടും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, an FCC solid has molar mass 60 gram and edge length 400 pm. Calculate its density. ഇത് നമ്മൾ ഡിറൈവ് ചെയ്ത ഡെൻസിറ്റിയുടെ ഫോർമുലയുടെ നേരിട്ടുള്ള അപ്ലിക്കേഷൻ ആണ്. നമുക്കറിയാം ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു mz ഡിവൈഡഡ് ബൈ na a ക്യൂബ്. ഇവിടെ മോളിക്കുലർ മാസ്
m is equal to 60 gram എന്ന് തന്നിട്ടുണ്ട്. എഡ്ജ് ലെങ്ത് 400 pm എന്നാണ് തന്നിരിക്കുന്നത്. ആ pm മാറ്റി നമുക്ക് cm സെന്റിമീറ്ററിലോട്ട് മാറ്റണം. മോളാർ മാസ് ഗ്രാമിലായ കാരണം എഡ്ജ് ലെങ്ത് സെന്റിമീറ്ററിലോട്ട് മാറ്റണം. A is equal to 400 multiplied by 10 raised to minus 10 centimeter. SCC യൂണിറ്റ് സെല്ലായ കാരണം സെഡിന്റെ വാല്യൂ 4 ആയിരിക്കും. ഈ വാല്യൂസ് എല്ലാം ഡെൻസിറ്റിയുടെ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് റോ ഈക്വൽ ടു 60 മൾട്ടിപ്ലൈഡ് ബൈ 4 ഡിവൈഡഡ് ബൈ 6.02 multiplied by 10 raised to 23 multiplied by 4 multiplied by 10 raised to minus 8 whole cube, which is equal to 6.25 gram per cm cube. നമുക്ക് അടുത്തൊരു പ്രോബ്ലം കാണാം. എലമെന്റ് വിത്ത് മോളാർ മാസ് 2.7 into 10 raised to minus 2 kilogram forms a cubic unit cell with edge length 405 pm. If the density of the solid is 2.5 into 10 raised to 3 kilogram per meter cube, what is the nature of the unit cell? ഈ പ്രോബ്ലത്തിൽ ഡെൻസിറ്റി തന്നിട്ടുള്ളത് കിലോഗ്രാം പെർ മീറ്റർ ക്യൂബിലാണ്. മോളിക്കുലർ മാസും തന്നിട്ടുള്ളത് കിലോഗ്രാമിലാണ്. അപ്പൊ ഈ പ്രോബ്ലം നമുക്ക് നല്ലത് SI യൂണിറ്റ് വെച്ച് ചെയ്യലാണ്. പൈക്കോമീറ്ററിന് മീറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് 10 raised to minus 12 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. ഈ പ്രോബ്ലത്തിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് നേച്ചർ ഓഫ് യൂണിറ്റ് സെൽ ആണ്. അതായത് സെഡിന്റെ വാല്യൂ ആണ് ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. ഡെൻസിറ്റി ഇസ് ഈക്വൽ ടു NZ ഡിവൈഡഡ് ബൈ NA ക്യൂബ് ആണെന്ന് നമുക്കറിയാം. ഇതിൽ സെഡ് വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. മറ്റുള്ള വാല്യൂസ് എല്ലാം തന്നിട്ടുണ്ട്. അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സിംപ്ലിഫൈ ചെയ്യുമ്പോൾ സെഡ് വാല്യൂ നമുക്ക് 4 എന്ന് കിട്ടുന്നു. സെഡ് 4 ആയിട്ട് വരുന്നത് 5 സെന്റിമീറ്റർ ക്യൂബിക്കിലാണ്.